ഹായ് മക്കളെ, അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് മാത്സ് ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കൊക്കെ എടുത്തിട്ട് പഠിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്കിന്ന് പൊളിക്കാം. എന്തായാലും നമ്മളുടെ മാത്സ് എക്സാം ഒക്കെ അടുക്കാറായില്ലേ. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും നല്ല അടിപൊളിയായിട്ട് റിവിഷനൊക്കെ നടത്താം. അപ്പോൾ സപ്പോർട്ടായിട്ട് വിന്നേഴ്സും നമ്മളെ ടീച്ചേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഈ ക്ലാസ് കഴിയുന്ന ടൈം വരെ നമ്മളെ കൂടി ഉണ്ടാവണം. അപ്പോൾ ഞാൻ മാത്രമല്ല, നവീൻ സാറ് ഒരു ചാപ്റ്റർ എടുക്കാൻ വേണ്ടി വരും, നമ്മുടെ ആകാശ് സാറ് ഒരു ചാപ്റ്റർ എടുക്കാൻ വരും, അതുപോലെ തന്നെ നമ്മുടെ മരിയ ടീച്ചർ ഒരു ചാപ്റ്റർ എടുക്കാൻ വരും. മരിയ ടീച്ചർ ഐഡൻറ്റിറ്റീസ് എടുക്കും, നവീൻ സാർ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ പറഞ്ഞു തരും അടിപൊളിയായിട്ട്, അതുപോലെ ആകാശ് സാറ് തേർഡ് ചാപ്റ്റർ പറഞ്ഞു തരും, ഞാൻ സെക്കൻഡ് ചാപ്റ്റർ. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ പോകും. അപ്പോൾ അടിപൊളിയായിട്ട് ഇരിക്കണം കേട്ടോ, ഏറ്റവും എനർജറ്റിക് ആയിട്ട് സൂപ്പറായിട്ടിരിക്കുക, നമ്മൾ പൊളിക്കും. ഓക്കെ, അപ്പോൾ തുടങ്ങാം കേട്ടോ നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ കേട്ടോ. അപ്പോൾ നേരെ നോക്കിക്കോ, സെക്കൻഡ് ചാപ്റ്റർ ഇക്വേഷൻസ്, സമവാക്യങ്ങൾ എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള എല്ലാ ചോദ്യങ്ങളും സാറ് ഗ്യാരണ്ടി ആയിട്ട് തന്നെ എന്തായാലും ചോദ്യങ്ങളിൽ നിന്ന് വരും. അത് തീർച്ചയായിട്ടും ഞങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ സാറുമാർ പറയുമ്പോൾ അയ്യോ അത് നോട്ട് ചെയ്യാൻ സമയം കിട്ടിയില്ല സാറേ, അങ്ങനെ തോന്നാം. അപ്പോൾ മക്കൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ വീഡിയോ ടോട്ടൽ കാണുമ്പോൾ നിങ്ങൾ ഇടയിടയിൽ പോസൊക്കെ ചെയ്ത് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തൊക്കെ ഒന്ന് പോവാം. ഇനി കീ ആയിട്ടുള്ള കാര്യങ്ങൾ വേഗം എഴുതി പോവാം കേട്ടോ, അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഈസി ആയിട്ടുള്ളൊരു 4 ചോദ്യങ്ങൾ സ്ക്രീനിൽ കാണാം. ഒന്നാമത്തെ ചോദ്യം നോക്കി, 13 ആഡഡ് ടു എ നമ്പർ ഗിവ്സ് 65, ഫൈൻഡ് ദ നമ്പർ. ഒരു സംഖ്യയുടെ കൂടെ 13 കൂട്ടിയപ്പോൾ 65 കിട്ടി, സംഖ്യ ഏതാണ്? മക്കൾ എങ്ങനെ വരുമ്പോൾ നിങ്ങൾ അറിയാത്ത സംഖ്യയ്ക്ക് എക്സ് എന്നുള്ളൊരു പേര് കൊടുക്കുക. അതിൻ്റെ കൂടെ 13 കൂട്ടിയപ്പോൾ 65 കിട്ടിയെന്ന്. അങ്ങനെയാണെങ്കിൽ എക്സ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അറിയാത്തതിന് അങ്ങനെ ആദ്യം എഴുതണം കേട്ടോ. നമ്പർ ഇസ് ഈക്വൽ ടു എക്സ്, സംഖ്യ ഇസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ ഈ 13 അപ്പുറത്തേക്ക് പോകുമ്പോൾ 65 മൈനസ് 13 എന്നായി. അത് മൈനസ് ചെയ്ത് നോക്കിയാൽ മതി. മൈനസ് ഒക്കെ ചെയ്യാൻ എല്ലാവർക്കും അറിഞ്ഞൂടെ? 65 നിന്ന് 13 മൈനസ് ചെയ്ത് എത്ര കിട്ടും? 52 ആയിരിക്കും നമ്മളുടെ ഉത്തരം. ഇങ്ങനെയാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ കാണുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കിയടാ. 9 സബ്സ്ട്രാക്റ്റഡ് ഫ്രം എ നമ്പർ ഗിവ്സ് 81, ഫൈൻഡ് ദ നമ്പർ. ഒരു സംഖ്യയിൽ നിന്നും 9 കുറച്ചപ്പോൾ 81 കിട്ടി, ഏതാണ് ആ സംഖ്യ എന്ന്? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ഒരു സംഖ്യ എക്സ്, അതിൽ നിന്ന് 9 സബ്സ്ട്രാക്ട് കുറച്ചു, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് 81 കിട്ടി. അപ്പോൾ ആ സംഖ്യ ആരാണെന്ന് കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ 81 പ്ലസ് 9 90. ആൻസർ കിട്ടി. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കി. 5 ടൈംസ് എ നമ്പർ, 5 ടൈംസ് എ നമ്പർ ഈസ് 300, ഫൈൻഡ് ദ നമ്പർ. ഒരു സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 300 ആണെന്ന്. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. ഒരു സംഖ്യ ഓക്കെ എക്സ്, അതിൻ്റെ 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 5x. എടാ അതാണ് 300. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയെന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ മതി? ഈ 5 അപ്പുറത്തേക്ക് പോകുമ്പോൾ 300/5. 300/5 എന്ന് പറഞ്ഞാൽ എത്രയാ? 60. ആൻസർ സിമ്പിൾ അല്ലേ? ഇനി അടുത്തത് നോക്കി, ലാസ്റ്റ് ചോദ്യം. 1/4 ഓഫ് എ നമ്പർ ഈസ് 100, ഫൈൻഡ് ദ നമ്പർ. ഒരു സംഖ്യയുടെ 1/4 ഭാഗം 100 ആണ്, സംഖ്യ ഏതാണ്? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒരു സംഖ്യ എക്സ് ആണ് കേട്ടോ, അതിൻ്റെ 1/4 ഭാഗം എന്ന് പറഞ്ഞാൽ 1/4 ഇൻറ്റു എക്സ്, അതാണ് 100. അപ്പോൾ നിങ്ങൾക്ക് ഇതിനിങ്ങനെ എഴുതിക്കൂടെ? മുകളിൽ 1 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്, അപ്പോൾ x/4 ഇസ് ഈക്വൽ ടു 100. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 4 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു ആവും. അപ്പോൾ therefore x ഇസ് ഈക്വൽ ടു 100 ഇൻറ്റു 4, 400. ഇത്രയുള്ള അതിൻ്റെ ആൻസർ. അപ്പോൾ 4 ചോദ്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പോൾ ഡൗട്ട് തോന്നുന്നവരെ ഇടയിൽ പോസ് ചെയ്തിട്ടൊന്ന് ചെയ്യണമെന്ന്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ അത് സെറ്റാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, അടുത്ത ചോദ്യം നോക്കിയടാ. സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഇസ് 33, വാട്ട് ആർ ദ നമ്പേഴ്സ്? 3 തുടർച്ചയായിട്ടുള്ള ഒറ്റ സംഖ്യകളുടെ തുക 33 ആണ്. സംഖ്യകൾ ഏതൊക്കെ? താഴെ വേറൊരു ചോദ്യം കൂടി. 3 തുടർച്ചയായ നാച്ചുറൽ നമ്പേഴ്സ്, നമ്മളുടെ എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 36 ആണ്. സംഖ്യകൾ ഏതൊക്കെ? അപ്പോൾ ഓർത്ത് വെച്ചോ, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ, 1 2 3 ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ എടുക്കണമെന്ന് അറിയാമോ? എക്സ് ആണെങ്കിൽ അതിനൊപ്പം 1 വെച്ച് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. x+1 x+2 ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇനി ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണ്, ഒറ്റ സംഖ്യ. അപ്പോൾ അതിനെങ്ങനെ എടുക്കണം? 2 വെച്ചാണ് ആഡ് ചെയ്തുകൊണ്ടിരിക്കണേ. എക്സ്, x+2 x+4 അങ്ങനെ പോകും. ഇനി ഈവൺ നമ്പർ, ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഇരിക്കും പോണേ. അപ്പോൾ അവിടെയും 2 വെച്ചാണ് കൂട്ടണേ. അപ്പോൾ എക്സ് ആണ് ആദ്യത്തെ നമ്പർ എങ്കിൽ x+2 x+4 എടാ അങ്ങനെ ഇരിക്കും പോണേ. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൽ 5ാമത്തെ ചോദ്യത്തിൻ്റെ ഐഡിയ ഞാൻ പറഞ്ഞുതരാം. അതെ, ശ്രദ്ധിച്ച് കേട്ടോ. 5th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി സിമ്പിൾ. 3 തുടർച്ചയായിട്ടുള്ള ഒറ്റ സംഖ്യകളുടെ തുക 33 ആണ്. അപ്പോൾ 3 തുടർച്ചയായിട്ടുള്ള ഒറ്റ സംഖ്യ നോക്കട്ടെ. ഒറ്റ സംഖ്യ ഇതാണ്.
ഓക്കെ, 3 തുടർച്ചയായിട്ടുള്ളത് ഇങ്ങനെ എടുക്കാം. അപ്പോൾ എക്സും എക്സ് പ്ലസ് 2ഉം എക്സ് പ്ലസ് 4ഉം ഇതെല്ലാം കൂട്ടുമ്പോൾ എത്ര കിട്ടും എന്നാണ് അവർ പറയണേ? 33. അപ്പോൾ നിങ്ങളിങ്ങനെ എണ്ണി നോക്കുക, എത്ര എക്സ് ഉണ്ട് നോക്കി. 1 2 3 3 എക്സ് ഉണ്ട്. ഇനി നമ്പേഴ്സ് ആരൊക്കെ ഉണ്ട്? 2 4 കൂട്ടി 6 ഇസ് ഈക്വൽ ടു 33. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 3 എക്സിനെ അവിടെ നിർത്തുക, പ്ലസ് 6നെ അപ്പുറത്തേക്ക് കൊണ്ടുവരാം. പ്ലസ് 6 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? 33 മൈനസ് 6 എന്നാവും. അപ്പോൾ 3x എന്ന് പറഞ്ഞാൽ എന്ത് വരും? 33 6 കുറച്ചാൽ 27 കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് എക്സിൻ്റെ ഉത്തരം എത്ര വരുവാടാ? ഈ 3 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 27/3 9. അപ്പോൾ സംഖ്യകൾ ഏതൊക്കെ ആയിരിക്കും? 9 ഉണ്ടാവും. അടുത്ത ഓഡ് നമ്പർ ഏതൊക്കെ ആയിരിക്കും? 9 ഒരുമിച്ച് പറഞ്ഞു 11 13. അങ്ങനെ ആയിരിക്കും അഞ്ചാമത്തേൻ്റെ ആൻസർ. ഇനി ആറാമത്തേൻ്റെ സാർ ഐഡിയ പറയട്ടെ. 3 തുടർച്ചയായിട്ടുള്ള ഇത് മാത്രം എഴുതരുതിട്ട്, അടുത്ത സംഖ്യ 9 11 13 അങ്ങനെ എഴുതണം കേട്ടോ. 9 11 13. ഇനി ആറാമത്തേൻ്റെ ഐഡിയ നോക്കിയാൽ 3 തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകളുടെ തുക 36ആണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ എടുക്കണമെന്നാ? ഇവിടെ നോക്കി, എക്സ് ആദ്യത്തെ നമ്പർ, അടുത്തത് എണ്ണൽ സംഖ്യകളാണ്. അപ്പോൾ ഇങ്ങനെയാണ് പോണേ. അപ്പോൾ എക്സും എക്സ് പ്ലസ് 1ഉം എക്സ് പ്ലസ് 2ഉം ഈ 3 സംഖ്യകൾ കൂട്ടി എത്ര കിട്ടുമെന്ന് പറയണേ? തുടർച്ചയായിട്ടുള്ളത് 36. അപ്പോൾ എത്ര എക്സ് ഉണ്ട് നോക്കിയാടാ? എക്സ് 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 ഒരുമിച്ച് പറയണം കേട്ടോ. 3x. 3xും 1ഉം 2ഉം കൂട്ടിയാൽ 3 കൂട്ടിയാൽ 36. അപ്പോൾ ഇതിൽ നമുക്ക് 3x കണ്ടുപിടിച്ചൂടെ? സാറ് ബാക്കി ഇവിടെ എഴുതണേ, ശ്രദ്ധിച്ച് കേട്ടോ. ഒറ്റ സ്ട്രെച്ചിന് എഴുതാനാ. 3x ഇവിടെ. ഇനി ഈ 3 അപ്പുറത്തേക്ക് പോകുമ്പോൾ 36ൽ നിന്ന് 3 കുറയും. അപ്പോൾ 3x ഇസ് ഈക്വൽ ടു 33. അപ്പോൾ ഇതിൽ നിന്ന് എക്സിൻ്റെ ആൻസർ എന്ത് വരും? 33/3 11. അപ്പോൾ ഇതാണ് ഒരു നാച്ചുറൽ നമ്പർ. അപ്പോൾ അടുത്ത ഏതൊക്കെ ഇരിക്കും? 1 കൂട്ടിയാൽ മതി. ഇത്ര ഉള്ള ഐഡിയ. അപ്പോൾ എല്ലാ കോൺസെപ്റ്റുകളും ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യണം. ഇതാണ് അഞ്ചാമത്തേൻ്റെ ആൻസർ, ഇതാണ് ആറാമത്തേൻ്റെ ആൻസർ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പോകണ്ട. യെസ് മക്കളൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ നോക്കിയാടാ. 6 × x - 2 ഇസ് ഈക്വൽ ടു 4 × x + 3. എക്സ് എത്രയാന്ന്? 6 × x - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 × x + 3 ആണെങ്കിൽ എക്സ് എത്രയെന്നാണ് ചോദ്യം. എടാ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതിങ്ങനെ ഇൻറ്റു ചെയ്യുക, ഇങ്ങനെ ഇൻറ്റു ചെയ്യുക, ഇങ്ങനെ ഇൻറ്റു ചെയ്യുക, ഇതിങ്ങനെ ഇൻറ്റു ചെയ്യുക, ഇതിങ്ങനെ ഇൻറ്റു ചെയ്യുക. ഇതെങ്ങനെയാണ് നമ്മൾ ഇൻറ്റു ചെയ്യാറ്? 6 × x 6x മൈനസ് 6 × 2 12, 4 × x 4x പ്ലസ് 4 × 3 12. നോക്കിയടാ, ഇത് ഇൻറ്റു ചെയ്യുക, ഈ ചിഹ്നം ഇത് ഇൻറ്റു ഇത് ഇവിടെ എഴുതാം, ഇത് ഇൻറ്റു ഇവിടെ എഴുതാം, പ്ലസ് ഇത് ഇൻറ്റു ഇത് ഇവിടെ എഴുതാം. ഇത് സിമ്പിൾ അല്ലേ? എക്സ് ഒക്കെ ഒരു സൈഡിലാക്കാം, നമ്പറൊക്കെ ഒരു സൈഡിലാക്കാം. അപ്പോൾ എന്ത് വരും? 6x ഇവിടെ, ഇത് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 4x ഇവിടെ, 12 അവിടെ തന്നെ ഇരുന്നോട്ടെ. ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് 12 എന്നാവും. അപ്പോൾ 6x നിന്ന് 4x കുറച്ച് എത്ര കിട്ടുമെന്ന് നോക്കി? 2x. 12ഉം 12ഉം 24. അപ്പോൾ ഇതിൽ നിന്ന് എക്സിൻ്റെ ഉത്തരം എത്ര വരുവാടാ? 2 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 24/2 12 ആണ് ഇതിൻ്റെ ഉത്തരം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഐഡിയ കിട്ടണേ. അപ്പോൾ നമുക്കിത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ് മക്കൾ, അടുത്ത ചോദ്യം നോക്കിയടാ. ഏജ് ഓഫ് രാമു ഈസ് 10 years മോർ ദാൻ ദ ഏജ് ഓഫ് അപ്പു. രാമുവിൻ്റെ പ്രായം, രാമു അപ്പു രണ്ടുപേരാണ്ടാ. രാമുവിൻ്റെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. ആഫ്റ്റർ 4 years 4 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ രാമുവിൻ്റെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൈസ് ദ ഏജ് ഓഫ് അപ്പു, അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ പ്രായം എന്താണ്? ഇവിടെ മലയാളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ക്വസ്റ്റ്യൻ്റെ ഐഡിയ കിട്ടിയില്ലേ? രാമു അപ്പു രണ്ടുപേരുണ്ട്. രാമുവിൻ്റെ ഏജ് അപ്പുവിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. 4 വർഷം കഴിഞ്ഞാൽ അത് ഡബിൾ ആവും. ട്വൈസ് എന്ന് പറഞ്ഞാൽ 2 മടങ്ങ് അല്ലെങ്കിൽ ഡബിൾ എന്ന് പറയാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്നാണ് ചെയ്യാൻ പോണേ. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ടേബിൾ കാണിച്ചു തരാം. ഇതേ രീതിയിൽ ചെയ്താൽ നല്ലതായിരിക്കും. നോക്കി, അപ്പു ഉണ്ട്, രാമു ഉണ്ട്. അപ്പുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം നിങ്ങൾ എക്സ് എന്ന് കൊടുത്തേ. അപ്പോൾ രാമു എന്ന് പറഞ്ഞേക്കണത് അപ്പുവിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അപ്പോൾ ചെറുതിന് ഞാൻ എക്സ് കൊടുത്തു, അതിനേക്കാളും 10 കൂടുതലാണ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇപ്പോൾ സാറിനെ കണ്ടാൽ അറിയാം, സാറിന് ഒരു 20 വയസ്സുള്ളൂ. അപ്പോൾ സാറിന് അടുത്ത വർഷമാകുമ്പോൾ 1 വയസ്സ് കൂടും. 20 + 1 21. ഇപ്പോൾ ഇവിടെ വേറൊരു സാറുണ്ട്, നമ്മുടെ നവീൻ സാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവീൻ സാറിന് 70 വയസ്സായെന്ന് വിചാരിക്കും. 2 വർഷം കൂടി കഴിയുമ്പോൾ എത്ര വയസ്സാവും? 70 + 2 72. അതുപോലെ അപ്പുവിന് ഇപ്പം എക്സ് ആണെങ്കിൽ 4 വർഷം കഴിയുമ്പോഴോ എക്സ് + 4. ഇപ്പം എക്സ് + 10 ആണെങ്കിൽ 4 വർഷം കഴിയുമ്പോഴോ എക്സ് + 14. ഇങ്ങനെ ഇരിക്കും പ്രായം തന്നെ. ഇനി നമുക്ക് ഐഡിയ നോക്കാം. ഇനി സാർ സിമ്പിളായിട്ട് പറഞ്ഞാൽ അതായത് നോക്കി, ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണത് ആഫ്റ്റർ 4 years 4 വർഷം കഴിഞ്ഞിട്ടാണ് ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. ഏജ് ഓഫ് രാമു ബിക്കം ട്വൈസ് ദ ഏജ് ഓഫ് അപ്പു. ഇപ്പോൾ ഇവിടെ നോക്കിയാടാ, 4 വർഷം കഴിയുമ്പോൾ ഏജ് ഓഫ് രാമു. അപ്പോൾ നോക്കി, രാമുവിൻ്റെ പ്രായം ഞാൻ എഴുതി. 4 years കഴിഞ്ഞിട്ടുള്ളതാണ് നോക്കേണ്ടത് കേട്ടോ. അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 2 മടങ്ങാണെന്ന്. അപ്പോൾ 2 ×
നമ്മുടെ അപ്പുവിൻ്റെ പ്രായം. ഇൻറ്റുവിന് ശേഷം 2 പേരുണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഇട്ടോ, ഇങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ ഇതങ്ങനെ തന്നെ എഴുതാം. ഇത് ഉള്ളിലേക്ക് കൊടുക്കാം. ഇതിങ്ങനെ ഉള്ളിലേക്ക് കൊടുക്കുന്നു, ഇതും ഉള്ളിലേക്ക് കൊടുക്കുന്നു. 2 × x 2x, ഇവിടെ പ്ലസ് 2 × 4 8. ഇത്ര ഓക്കെ അല്ലേ? ഇനി ചെയ്യേണ്ടത് എക്സുകളെയൊക്കെ ഒരു സൈഡിലേക്ക് ആക്കുക, നമ്പേഴ്സിനെയൊക്കെ ഒരു സൈഡിലേക്ക് ആക്കുക. വലുതിനെ അവിടെ നിർത്തിയിട്ട് ചെറുതിനെ വലുതിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവരാം. അതാണ് എപ്പോഴും സേഫ്. ഇവിടെ എക്സ് അല്ലേ, എക്സിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഇവിടെ 2x ആണ്, വലിയ ആളുണ്ട്. 8നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ 14 അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഈ 8 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ -8 എന്നായി. ഇവിടെ 2x ഉണ്ട്, ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ -x എന്നായി. 14 ന് 8 കുറച്ച 6, 2x ന് x കുറച്ച x. അപ്പോൾ എക്സിൻ്റെ ഉത്തരം എത്ര കിട്ടും? 6 എന്ന് കിട്ടും. അപ്പോൾ 6 നമ്മളുടെ ആരുടെ പ്രായം? അപ്പുവിൻ്റെ ഇപ്പോഴത്തെ ഏജ്. നമ്മുടെ രാമുവിൻ്റെ പ്രായം ഇപ്പോൾ എത്ര ഇരിക്കും? അതിൻ്റെ ഒപ്പം 10 കൂട്ടാം. അപ്പോൾ 6 + 10 16. അതൊക്കെ എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ അതാണ് കോൺസെപ്റ്റ്. അപ്പോൾ നമുക്കിതേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ് മക്കളതെ, 9ാമത്തെയും 10ാമത്തെയും ചോദ്യങ്ങൾ ഇവിടെ റെഡിയാണ്. ഇത് നോക്കിയേ. 3 added to double the number is 101. അപ്പോൾ ഒരു സംഖ്യയുടെ 2 മടങ്ങിൻ്റെ കൂടെ 3 കൂട്ടിയപ്പോൾ 101 കിട്ടി. ഏതാണ് ആ സംഖ്യ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അത് ഞാൻ ആദ്യം ഇത് പറയാം. ഡബിൾ എന്ന് പറഞ്ഞ് ഓർത്ത് വെച്ചോ. ഒരു സംഖ്യ എക്സ് ആണെങ്കിൽ അതിൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 2x ആണ്. അപ്പോൾ ആ 2xൻ്റെ കൂടെ 3 കൂട്ടിയപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്നാണ് പറയണേ? 101 കിട്ടിയെന്നാണ് പറയണേ. അപ്പോൾ അതിൽ നിന്ന് ആ നമ്പർ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. 2xനെ അവിടെ തന്നെ നിർത്താം. ഈ 3നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പം 101 - 3 എന്നായി. ഇപ്പം 2x = 101 നിന്ന് 3 കുറയ്ക്കാൻ എല്ലാവർക്കും അറിഞ്ഞൂടെ? 100, 99, 98. അപ്പോൾ ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ എത്ര വരും? 98/2 ഡിവൈഡ് ചെയ്ത് നോക്കാം. അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. നിങ്ങൾ സാർ ഒരു ഹോംവർക്കായിട്ട് തരണം. അതുപോലെ തന്നെ 10ാമത്തെ ചോദ്യം. ഇത് നമ്മുടെ 9ാമത്തെ ചോദ്യത്തിൻ്റെ ഐഡിയ ഉണ്ടാ. 10ാമത്തെ ചോദ്യത്തിൻ്റെ ഐഡിയ നോക്കി. 4 added to 4 times a number is 40. ഫൈൻഡ് ദ നമ്പർ. ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. 4 times 4 മടങ്ങിൻ്റെ കൂടെ 4 കൂട്ടിയപ്പോൾ 40 കിട്ടിയെന്ന്. 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ എന്താ? 4x. അതിൻ്റെ ഒപ്പം 4 കൂട്ടി, ഇതേ കൂട്ടി. കുറയ്ക്കാൻ പറഞ്ഞാൽ കുറച്ചോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? 40 കിട്ടിയെന്ന്. അപ്പോൾ അവർ പറഞ്ഞേക്കണം അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാൻ. അപ്പോൾ 4x അവിടെ തന്നെ വെക്കാം, +4 അപ്പുറത്തേക്ക് കൊണ്ടുപോവാം. അപ്പോൾ 40 - 4 എന്നായി. അപ്പോൾ 4x = 40 നിന്ന് 4 കുറച്ച് എത്ര കിട്ടും? 36 കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര വരും? 4 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 36/4 9 ആ സംഖ്യ. ഓക്കെ, ഇതേ സാർ ഇവിടെ എഴുതാം കേട്ടോ. ഓക്കെ, 36/4 9. എടാ ഇതൊരു അടിപൊളി ചോദ്യമാണ്. പരീക്ഷയ്ക്ക് മുമ്പ് വന്നിട്ടുണ്ട്. എന്തായാലും ഒന്ന് ഫോക്കസ് ചെയ്യണം. ഒരു സംഖ്യയുടെ 4 മടങ്ങിൻ്റെ കൂടെ 4 കൂട്ടിയപ്പോൾ 40. ഇത് അപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കോ. യെസ് മക്കളെ, ചോദ്യങ്ങൾ ചെറുതായിട്ടാണ് കാണുന്നത്. ഇത് നമ്മളുടെ ടെക്സ്റ്റിലുള്ള ചോദ്യം ഉണ്ടാ. സാർ ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ എന്ന് പറയും. ഇതിൽ 4ാമത്തെ ചോദ്യമാണ്. എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് എക്സസൈസിലൊക്കെ ആയിട്ടാണ്. അതിലൊരു ചോദ്യം 5 times a number. സാർ പറയണത് ശ്രദ്ധിക്കുക കേട്ടോ. 5 times a number is equal to 3 times the sum of number and 4. What is the number? അപ്പോൾ ഒരു സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാണ്? ആ സംഖ്യയും 4ഉം തമ്മിൽ കൂട്ടൂല്ലേ, അതിൻ്റെ 3 മടങ്ങിന് തുല്യമാണ്. എങ്ങനെയാണെങ്കിൽ ഏതാണ് ആ സംഖ്യ എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതിയടാ. ഒരു നമ്പറിന് നിങ്ങൾ എക്സ് എന്ന് എടുക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങൾ എഴുതണം കേട്ടോ, വിശദമായിട്ട് എഴുതണം. നമ്പർ = x. അതിൻ്റെ 5 times എന്ന് പറഞ്ഞാൽ 5x. അതെന്തിന് ഈക്വലാണെന്നാണ് പറഞ്ഞേക്കണേ? ഈ നമ്പറും 4ഉം തമ്മിൽ കൂട്ടി, 4 തമ്മിൽ കൂട്ടി അതിൻ്റെ 3 മടങ്ങിന് ഈക്വലാണെന്ന്. അപ്പോൾ അതിൻ്റെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു ചെയ്യുക. ഇൻറ്റുവിന് ശേഷം 2 പേരുണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഇട്ടോ. അപ്പോൾ ഇതും ഈക്വൽ ആണെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കൊടുത്താൽ മതി. സാർ ഫൈനൽ ആൻസർ മാത്രം പറയാനുള്ളൂ, നിങ്ങൾ ബാക്കി എഴുതണോട്ടെ. നോക്കിയടാ, ഒരു സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 5x. ഒരു സംഖ്യയും 4ഉം തമ്മിൽ കൂട്ടി അതിൻ്റെ 3 മടങ്ങിന് ഈക്വൽ ആണെന്ന്. അപ്പോൾ അത് ഇങ്ങനെ ഈക്വൽ ആണെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം കേട്ടോ. അപ്പോൾ 5xന് അങ്ങനെ തന്നെ എഴുതാം. ഈ 3 ഉള്ളിലേക്ക് ഇത് ഇവിടെയും ഗുണിക്കുന്നു. 3 × x 3x + 3 × 4 12. അപ്പോൾ ഈ എക്സിന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 5x - 3x = 12 എന്ന് വരും. ഇവിടെ 2x = 12. എക്സിൻ്റെ ഉത്തരം 12/2 6 നമ്മളുടെ ആൻസർ തന്നെ. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇത് ടെക്സ്റ്റിലുള്ള എനിക്ക് തോന്നുന്നു അവസാനത്തെ എക്സസൈസ് ആയിട്ടായിരിക്കും. എല്ലാം പഠിക്കണോട്ടാ. ഈ സാറ് പറയും ഇത്രയും ചോദ്യങ്ങൾ സാറ് പറഞ്ഞിട്ടുള്ളൂ, ഇതല്ലേ പരീക്ഷയ്ക്ക്. അങ്ങനെയല്ല, ഇതൊക്കെ ഒരു കീ ആയിട്ടുള്ള ചോദ്യങ്ങൾ. അതിൻ്റെ ഒപ്പം എല്ലാവരും എന്തൊക്കെ പഠിക്കണം? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടെക്സ്റ്റിൽ എല്ലാ ചോദ്യങ്ങളും കവർ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. അതുപോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ എക്സസൈസ് ഒക്കെ ആയിട്ട് ചെയ്യാം. ഇങ്ങനെ കൈയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ഫേസിലേക്കും കണ്ണിലേക്കൊക്കെ വെക്കുക. കൈയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ഇതൊക്കെ നോട്ട്ബുക്കിൽ കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക കേട്ടോ.
അപ്പോൾ ഇതാണ് അതിൻ്റെ ഐഡിയ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ് മക്കളെ, അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയടാ. റെക്റ്റാങ്കിളിൻ്റെ ചോദ്യം എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്നൊരു ചോദ്യമാണ്. അവർ പറഞ്ഞേക്കണത് സാർ ആദ്യം തന്നെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കേണ്ട. ഇതൊരു ചതുരം, റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ചതുരം. ഇതാണ് ലെങ്ത്, ഇതാണ് വീതി. ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 4 സെൻറ്റിമീറ്റർ മോർ ദാൻ ഇറ്റ്സ് ബ്രെഡ്ത്ത്. അപ്പോൾ ചെറിയ വശം എക്സ് ആണെന്ന് വിചാരിക്കുക. വലിയ വശം, ചെറുതിനാണ് ഞാൻ ഇപ്പോൾ എക്സ് കൊടുക്കണം കേട്ടോ. വലിയ വശം നീളം എന്ന് പറഞ്ഞാൽ വീതിയേക്കാൾ 4 കൂടുതലാണ്. 4 കൂടുതലാണ്. പെരിമീറ്റർ 32 ആണെന്ന്. അപ്പോൾ സാർ ഇവിടെ എഴുതി ചുറ്റളവ് 32 ആണ്. പെരിമീറ്റർ 32 ആണ്. വശങ്ങൾ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ചുറ്റളവ് കാണാനുള്ള ഫോർമുല എല്ലാവർക്കും അറിയാലോ. ഒന്ന് സ്ക്രീൻ നോക്കി ഒന്ന് പറഞ്ഞാൽ എന്താ ഫോർമുല? 2 × L+B. അതാണ് 32. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എഴുതാം. വേണമെങ്കിൽ ഒരു സാറ് എളുപ്പവഴി പറയട്ടെ, ഈ 2നെ അപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ L+B എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഈ 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ 32/2 എന്നാവും. L+B എന്ന് പറഞ്ഞാൽ 16 എന്നാവും. ഇനി ശ്രദ്ധിച്ച് വെറുതെ കൊടുത്താൽ മതി. L, ഇതിനെയാണ് L എന്ന് പറയുന്നത് കേട്ടോ. അതിന് പകരം x+4 എന്ന് മക്കൾ കൊടുക്കുക. ഇനി ബിക്ക് പകരം x എന്ന് കൊടുക്കുക. അതാണ് 16. ഇനി അത് കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കിയേ. എക്സും എക്സും കൂട്ടിയാൽ 2x. പിന്നെ ഒരു 4 ഉണ്ട്, അതാണ് 16. അപ്പോൾ ഇതിൽ നിന്ന് 2x എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഈ 4 അപ്പുറത്തേക്ക് പോകുമ്പോൾ 16 - 4 എന്ന് കിട്ടും. അതേ സാറോടെ ബാക്കി എഴുതേണ്ട. അപ്പം 2x = 16ൽ നിന്ന് 4 കുറച്ചാൽ 12. അപ്പോൾ ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും? ഈ 2 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 12/2 6. അപ്പോൾ x 6 കിട്ടിയില്ലേ? അപ്പോൾ നിങ്ങൾ ധൈര്യപൂർവ്വം എഴുതാം ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വീതി 6 ആണ്. യൂണിറ്റ് എന്താണെന്ന് നോക്കാം. സെൻറ്റിമീറ്റർ ആണെങ്കിൽ അങ്ങനെ. നീളം എത്ര ആയിരിക്കും? അതിനൊപ്പം 4 കൂട്ടാം, 10 സെൻറ്റിമീറ്റർ. പത്രമുള്ള ഐഡിയ. അപ്പോൾ ഇങ്ങനെ ആദ്യം കൊടുക്കുക. ചെറുതിന് എക്സ് എന്ന് കൊടുക്കുക. പെരിമീറ്റർ എഴുതുക. പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എഴുതുക. ഇതിനിപ്പുറത്തേക്ക് കൊണ്ടുവരിക. L+B കിട്ടി. എല്ലും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ നിന്ന് ഉത്തരം കണ്ടുപിടിക്കുക. ഇനി ഈ റെക്റ്റാങ്കിൾ റിലേറ്റഡ് ആയിട്ട് തന്നെ വേറൊരു രീതിയിലൊരു ചോദ്യം വരാം. ഞാൻ ഈ റെക്റ്റാങ്കിൾ മായ്ക്കുന്നില്ല, പക്ഷേ ടെക്സ്റ്റിലുള്ളൊരു ചോദ്യം വരാം. അപ്പോൾ അതെങ്ങനെയാണെന്നതേ ഒന്ന് സ്ക്രീനിലേക്ക് നോക്കിക്കോ. ഈ ചോദ്യം വരുന്നത് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇടയിലുള്ളൊരു ചോദ്യമാണ്. ഞാൻ ആ ചോദ്യം വായിക്കാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നോക്ക്. പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 80 മീറ്റർ. അതേ സാർ ഇവിടത്തേക്ക് മാറ്റേണ്ട. പെരിമീറ്റർ ചുറ്റളവ് 80 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചുറ്റളവ് 80 മീറ്റർ ആണ്. ഇത് ടെക്സ്റ്റിൻ്റെ ഇടയിലുണ്ട്. സാർ പറയുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവും കേട്ടോ. ചുറ്റളവ് 80 മീറ്റർ ആണ്. ലെങ്ത് ഈസ് 1 മീറ്റർ മോർ ദാൻ ട്വൈസ് ദ ബ്രെഡ്ത്ത്. അപ്പോൾ ബ്രെഡ്ത്ത് എന്താണോ അതിൻ്റെ 2 ഇരട്ടിയേക്കാൾ 1 കൂടുതലാണ് ലെങ്ത് എന്ന് പറഞ്ഞാൽ വീതിയാണിത്. ഇതിന് നിങ്ങൾ എക്സ് എന്ന് കൊടുത്താൽ ഇതിൻ്റെ ലെങ്ത്തിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് 1 സെൻറ്റിമീറ്റർ അല്ല 1 മീറ്റർ മോർ ദാൻ ട്വൈസ് ദ ബ്രെഡ്ത്ത്. ഇതിൻ്റെ ട്വൈസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 2x. അതിനേക്കാൾ 1 കൂടുതലാണെന്ന്. ഇതാണ് അതിൻ്റെ ലെങ്ത് എന്ന്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബാക്കി വശങ്ങളൊക്കെ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഇതുപോലെ തന്നെ ചെയ്താൽ മതിയടാ. പെരിമീറ്ററിന് പകരം 2 × L+B, അതാണ് 80. അപ്പോൾ ഇതിൽ നിന്ന് L+B എന്ന് പറഞ്ഞാൽ എത്ര വരുമെന്ന് നോക്കി. ഈ 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ L+B = 80/2 എന്ന് വരും. L+B = 40 എന്ന് വരും. ഇനി എല്ലിന് പകരം എല്ലാവരും ഇത് കൊടുക്കുക. 2x + 1 + ബിക്ക് പകരം x കൊടുക്കുക = 40. ഇനി നോക്കിയേ 2xഉം xഉം കൂട്ടിയ 3x + 1 = 40. ഇനി ഇതേ സാറോടെ ബാക്കി എഴുതാതെ ഇവിടെ നോക്കിക്കോ. 3x ഈ 1 അപ്പുറത്തേക്ക് പോകുമ്പോൾ 40 - 1 എന്നാവും. ഇനി സാർ ഒരു കാര്യം ചെയ്യട്ടെ. ബാക്കി നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരെയാണ്. ചെയ്യാൻ പറ്റുമോ നോക്കി. തൊട്ട് മുമ്പ് ചെയ്ത പോലെ ഇതിൽ നിന്ന് 3x കണ്ടുപിടിക്കുക. ഇതിൽ നിന്ന് x കണ്ടുപിടിക്കുക. x കണ്ടുപിടിച്ചിട്ട് ഇതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നീളവും വീതിയും കണ്ടുപിടിക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ചോദ്യം സെറ്റായില്ലേ? ഇതേ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ് മക്കളെ, അടുത്ത ചോദ്യം നോക്കിയടാ. ഇൻ എ കലണ്ടർ, ഒരു കലണ്ടറിൽ എ സ്ക്വയർ ഓഫ് 4 നമ്പേഴ്സ് ഇസ് മാർക്ക്ഡ്. അപ്പോൾ ഒരു കലണ്ടർ സാറോടെ വരയ്ക്കേണ്ട. ഇവിടെ ഒരു കലണ്ടർ. ഒരു കലണ്ടറിൻ്റെ പ്രത്യേകത എല്ലാവരും മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 2-ാം തീയതി, 1-ാം തീയതിക്ക് താഴെ ആരായിരിക്കും? 7 ദിവസങ്ങളല്ലേ ഉള്ളത്. 1ൻ്റെ താഴെ 7 കൂട്ടുന്ന നമ്പർ ആയിരിക്കും. 8, 9 ഈ രീതിയിലായിരിക്കും നമ്പർ തന്നെ കേട്ടോ. ആ കാര്യം എല്ലാവരും ഓർക്കാം. ഇവിടെ പറഞ്ഞേക്കണത് കലണ്ടറിൽ 4 നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും സമ്മ് 80 ആണെന്നാണ് പറഞ്ഞേക്കണേ. ഓക്കെ. അപ്പോൾ അതെ സാർ ഒരു നമ്പറിന് ഇവിടെ x എന്ന് കൊടുത്തു. ഒരു ദിവസം ഇവിടെ കൂടി. താഴെ എഴുതുമ്പോൾ നിങ്ങൾ 7 കൂട്ടുക, ഇവിടെ x + 8 ആ രീതിയിൽ ചെയ്യണം. ഇനി ഇവരെല്ലാവരും കൂട്ടി 80 കിട്ടും. സംഖ്യ ഏതാണെന്നല്ലേ ചോദ്യം. അപ്പോൾ എഴുതിക്കോ സം = 80. തുക 80 ആണ്. എല്ലാവരും തമ്മിൽ ആഡ് ചെയ്യുക. x + x + 1 + x + 7 എല്ലാവരും തമ്മിൽ കൂട്ടണം കേട്ടോ. x + 8 = 80. എല്ലാവരും കൂട്ടിയപ്പോൾ 80 കിട്ടും. ഇനി എത്ര എക്സുകൾ ഉണ്ടെന്ന് നോക്കിയാടാ. 1, 2, 3, 4 4 എക്സുകൾ ഇവിടെ ഉണ്ട്.
നമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കി. 1ഉം 7ഉം 8, 8ഉം 8ഉം 16, 16 ഇസ് ഈക്വൽ ടു 80. അപ്പോൾ ഇതിൽ നിന്ന് 4x ഇവിടെ തന്നെ നിർത്താം. ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ 80 മൈനസ് 16. അപ്പോൾ 4x എന്ന് പറഞ്ഞാൽ എന്ത് വരും? 80 നിന്ന് 16 എല്ലാവരും കുറച്ച് നോക്കി. കുറയ്ക്കാനൊക്കെ അറിഞ്ഞൂടെ? ഇവിടെ 1 കൊടുക്കുക, 4, ഇവിടെ 7, 64 എന്ന് വരും. അപ്പോൾ ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടുമെന്ന് നോക്കി. 64/4. 64 ഇതൊക്കെ നിങ്ങൾ ചെയ്യണോട്ടോ അതിൻ്റെ ഒപ്പം തന്നെ. അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 64/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1, 4, 4, 24, 6 പ്രാവശ്യം വരും, 16. അപ്പോൾ ഇനി നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇവിടെ എക്സിന് 16 കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും? 17. ഇവിടെ എന്ത് വരും? 23. അതൊന്ന് ബോക്സിൽ എഴുതി വെക്കുക. ഇങ്ങനെയാണ് കലണ്ടറിൻ്റെ ചോദ്യം. ഇതും ടെക്സ്റ്റിലുള്ള ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും എക്സാമിന് മറക്കാൻ പാടില്ലാത്ത ചോദ്യം ഉണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ മക്കളെ, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ചോദ്യമായിരിക്കും. ബുക്ക്, പേന, പെൻസിൽ, അതിൻ്റെ ഒരു ചോദ്യം കേട്ടോ. അപ്പോൾ നോക്കി, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എക്സസൈസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കണ്ടിന്യൂസ് ചോദ്യങ്ങളൊക്കെ എഴുതുമ്പോൾ ഒന്ന് കൈയൊക്കെ ഒന്ന് ഇങ്ങനെ കുടയുക, അതുപോലെ തന്നെ കൈയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, ഇരുന്ന സ്ഥലത്ത് തന്നെ ഒന്ന് എഴുന്നേറ്റൊക്കെ നിൽക്കുക, എന്നിട്ട് വീണ്ടും ഇരുന്ന് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, പ്രൈസ് ഓഫ് എ ബുക്ക് ഈസ് 4 rupees മോർ ദാൻ പ്രൈസ് ഓഫ് എ പെൻ. ഓക്കെ, ബുക്കിൻ്റെ വില പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതലാണ്. പ്രൈസ് ഓഫ് പെൻസിൽ ഈസ് 2 rupees ലെസ് ദാൻ ദ പ്രൈസ് ഓഫ് പെൻ. പെൻസിലിൻ്റെ വില പേനയുടെ വിലയേക്കാൾ 2 രൂപ കുറവാണ്. 5 ബുക്കിൻ്റെയും 2 പേനയുടെയും 3 പെൻസിലിൻ്റെയും വില 74 രൂപ. ഓരോന്നിൻ്റെയും വില എത്ര? അപ്പോൾ പേന വെച്ചിട്ടാണ് അത് രണ്ടും കമ്പയർ ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പേനയുടെ വില നിങ്ങൾ എക്സ് എന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ആദ്യം ബുക്കിൻ്റെ പ്രൈസ് നമുക്ക് പറയാൻ പറ്റും. പ്രൈസ് എന്നൊക്കെ എഴുതണം കേട്ടോ. ബുക്കിൻ്റെ വില എന്ന് പറഞ്ഞാൽ എത്ര വരുമോടാ? അതിനേക്കാൾ 4 കൂടുതലാണ്. അപ്പോൾ 4 കൂട്ടാം. ആരെ വെച്ചാണോ കൂടുതൽ കമ്പാരിസൺ നടത്തിയേക്കണം അയാൾ എക്സ് എന്ന് വിളിക്കുക. ഇനി നോക്കിയേ, പെൻസിലിൻ്റെ വില. പെൻസിലിൻ്റെ വില എന്ന് പറഞ്ഞാൽ എത്ര ഇരിക്കും നോക്കിയേ? അത് 2 രൂപ കുറവാണ് പേനയേക്കാൾ. അപ്പോൾ ഇതിനേക്കാൾ 2 രൂപ കുറവ്. ഇനിയാണ് അവർ പറഞ്ഞേക്കുന്നത് ടോട്ടൽ പ്രൈസ് ഓഫ് 5 ബുക്ക്. 5 ബുക്ക്, ഒരു ബുക്കിൻ്റെ വില ഇതാണ് കേട്ടോ. അപ്പോൾ 5 ബുക്ക് എന്ന് പറഞ്ഞാൽ 5 × x+4. 5 × x+4 പ്ലസ് ഇനി 2 പേന. ഒരു പേന എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. 2 പേന എന്ന് പറഞ്ഞാൽ 2 × x. ഇനി അവർ പറഞ്ഞേക്കുന്നത് 3 പെൻസിൽ. ഒരു പെൻസിൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. 3 പെൻസിൽ എന്ന് പറഞ്ഞാൽ 3 × x-2. ഈ ഒരു വിലയാണ് നമുക്ക് അവർ തന്നേക്കുന്നത് 74 rupees. അപ്പോൾ ഇൻറ്റുവിന് ശേഷം 2 പേരുണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഇടാം. ഇവിടെയൊക്കെ ബ്രാക്കറ്റ് ഇട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് തോന്നുന്നവർ ഇടയിലിടയിൽ അടിച്ചൊക്കെ കണ്ട് ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ 5 ബുക്ക്, അതുപോലെ 2 പേന, 3 പെൻസിൽ, എല്ലാത്തിൻ്റെ വിലയാണ് 74. ഇനി ഇതിങ്ങനെ ഇൻറ്റു ചെയ്താൽ മതി കേട്ടോ. എന്ത് വരുമെന്ന് നോക്കി. 5 × x എന്ന് പറഞ്ഞാൽ 5x പ്ലസ് 5 × 4 എന്ന് പറഞ്ഞാൽ 20 പ്ലസ് 2 × x എന്ന് പറഞ്ഞാൽ 2x. ഇനി ഇതും ഇങ്ങനെ ഇൻറ്റു ചെയ്യുക കേട്ടോ. ബ്രാക്കറ്റിന് പുറത്ത് ആൾ ഉള്ളിലുള്ള 2 പേര് ഇൻറ്റു ചെയ്യുക. 3 × x 3x മൈനസ് 3 × 2 6. ഇതെല്ലാവരും ചെയ്താലാണ് 74 കിട്ടണേ. അപ്പോൾ എത്ര എക്സുകൾ ഉണ്ടെന്ന് നോക്കിയടാ. 5x-ഉം 2x-ഉം കൂട്ടിയ 7x, 7x-ഉം 3x-ഉം കൂട്ടിയ 10x. കാരണം 5 ആപ്പിൾ, 2 ആപ്പിളും 7 ആപ്പിൾ, 3 ആപ്പിൾ കൂടി കൂട്ടിയ 10 ആപ്പിൾ പ്ലസ് പിന്നെ ഇവിടെ ആരൊക്കെ ഉണ്ടോ നമ്പർ 20 ഉണ്ട്, -6 ഉണ്ട്. 20 നിന്ന് 6 കുറച്ച് എത്ര കിട്ടും? 14. അതാണ് നമ്മളുടെ 74 എന്ന് കിട്ടണേ. അപ്പോൾ ഇതിൽ നിന്ന് 10x അവിടെ തന്നെ നിർത്താം, 14 അപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ 74 - 14 എന്നാവും. 74 - 14 എല്ലാവരും ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി. ഡിവൈഡ് അല്ല, കുറച്ച് നോക്കി. നിങ്ങൾക്ക് എനിക്ക് വേണം 60 കിട്ടും. 10x 60 ആണെങ്കിൽ ഇതിന് നിങ്ങൾക്ക് എക്സ് കണ്ടുപിടിച്ചൂടെ? 60/10. നിങ്ങൾക്ക് 6 ആയിരിക്കും ആൻസർ കിട്ടണേ. 6 കിട്ടിക്കഴിഞ്ഞാൽ ഓരോന്നിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെടാ. പേനയുടെ വില 6, അതുപോലെ ബുക്കിൻ്റെ വില 6 + 4 10. ഇവിടെ 6 - 2 4. ഇത്രയുള്ള സംഭവം. അപ്പോൾ വേഗം ഇട്ട് കൊടുത്താൽ മതി. സിമ്പിൾ ഐഡിയ ഉണ്ടോ? അപ്പോൾ അതായത് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ് മക്കളെ, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഡിസ്കൗണ്ടിൻ്റെ ഒരു ചോദ്യം ഉണ്ടോ? ഡിസ്കൗണ്ടിൻ്റെ ഒരു ചോദ്യം. സാർ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അനിത ആൻഡ് ഹെർ ഫ്രണ്ട്സ് ബോട്ട് പെൻ. അനിതയും കൂട്ടുകാരും പേന വാങ്ങി. ഫോർ 5 pens. അവർ 5 പേന മേടിച്ചടാ. അപ്പോൾ 5 പേന ഒരുമിച്ച് വാങ്ങിയപ്പോൾ അവർക്കൊരു ഡിസ്കൗണ്ട് 3 രൂപ കൊടുത്തു. അപ്പോൾ ബാക്കി അവർ ടോട്ടൽ പ്രൈസ് 32 രൂപ അവർ കൊടുത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവർ ആ പേനകൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയിരുന്നെങ്കിൽ ഓരോരുത്തരും എത്ര രൂപ സ്പെൻഡ് ചെയ്യണമായിരുന്നു? അതാണ് ചോദ്യം. അപ്പോൾ അനിതയും കൂട്ടുകാരും പേന വാങ്ങി. ഓക്കെ, 5 പേനയാണ് ഒരുമിച്ച് വാങ്ങിയേക്കണേ. അപ്പോൾ ഒരു പേനയുടെ വില എക്സ് ആണെന്ന് വിചാരിക്കും. 5 പേനയുടെ വില എന്തായിരിക്കും? 5x. പക്ഷെ ഇത്രയും പൈസ വന്നിട്ടില്ല. അവർക്ക് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. എത്ര രൂപ? 3 രൂപ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 5x ആണ് ശരിക്കും പേനയുടെ വില, 5 പേനയുടെ വില. പക്ഷെ 3 രൂപ അതിൽ നിന്ന് കുറച്ചാണ് അവർക്ക് കൊടുത്തേക്കണേ.
ആ പൈസയാണ് അവർക്ക് പറഞ്ഞിട്ടുള്ളത് 32 32. അപ്പോൾ ഇതിൽ നിന്ന് 5x എന്ത് വരുമെന്ന് നോക്കിയടാ, ഈ -3 അപ്പുറത്തേക്ക് പോകുമ്പോൾ 32 + 3. അപ്പോൾ 5x = 32 3 35 കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് അവർക്ക് x കിട്ടും. 5 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 35/5 7. ഇത്രയുള്ള ഐഡിയ. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണെങ്കിൽ 7 രൂപ വന്നേനെ. അപ്പോൾ ഇത്രേ ഉള്ളൂ കോൺസെപ്റ്റ്. ഒരു പേനയുടെ വില x, 5 പേനയുടെ വില 5x. അപ്പോൾ അത്രയും കിട്ടിയില്ലേ? അതായത് ശരിക്കും 5 പേനയുടെ വില, പക്ഷെ 3 രൂപ ഡിസ്കൗണ്ട് കുറച്ചു. അപ്പോൾ 3 രൂപ കുറച്ച് അവർ കടക്കാരന് കൊടുത്ത പൈസയാണ് 32. -3 അപ്പുറത്തേക്ക് പോയി +3 എന്നായി. 5x കിട്ടി, x കിട്ടി. ഇതാണ് നമ്മളുടെ ഒരു ഐഡിയ കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ മക്കളെ, അപ്പോൾ ദേടാ ഒരു ചോദ്യം കൂടി ഉണ്ട്, പിന്നെ ഒരു കുഞ്ഞ ഐഡിയ കൂടി പറഞ്ഞിട്ട് സാറ് നിർത്താം. Twice a number subtracted from 5 times of the same number gives 12. Find the number. അപ്പോൾ അതിനർത്ഥം നോക്കിയടാ, ഒരു സംഖ്യയുടെ 5 മടങ്ങിൽ നിന്നും 2 മടങ്ങ് കുറച്ചപ്പോൾ ഒരു സംഖ്യ x ആണെന്ന് വിചാരിക്കുക. നിങ്ങളത് സെൻറ്റൻസ് ഒക്കെ എഴുതണോട്ടാ. ലെറ്റ് നമ്പർ = x, സംഖ്യ = x. അതിൻ്റെ 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 5x, അതിൻ്റെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 2x. അപ്പോൾ അവർ പറഞ്ഞേക്കണതേ 5 മടങ്ങ് 2 മടങ്ങ് 5 മടങ്ങ്. ഇനി അവർ പറഞ്ഞേക്കണ നോക്കിയാൽ ട്വൈസ് എ നമ്പർ സബ്സ്ട്രാക്റ്റഡ് ഫ്രം 5 ടൈംസ്. അപ്പോൾ 5 മടങ്ങിൽ നിന്നും ഇത് കുറച്ചെന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ ഇങ്ങനെ എഴുതരുത്. ഓക്കെ സാർ, ഞങ്ങൾ ഇങ്ങനെ എഴുതാം. അങ്ങനെയല്ല, തെറ്റാണ്. അവർ പറഞ്ഞേക്കണത് 5 മടങ്ങ് അത് ഇതാണ്, അതിൽ നിന്ന് 2 മടങ്ങ് സെയിം നമ്പറിന് തന്നെ കുറച്ചപ്പോൾ എന്ത് കിട്ടി? 12 കിട്ടി. ഇതിങ്ങനെ വേണം എഴുതാൻ. ഇത് എഴുതാനാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ x എന്താണെന്നാണ് ചോദ്യം. ഇത് സിമ്പിൾ അല്ലേ? 5x നിന്ന് 2x കുറച്ചാൽ 3x 12. എക്സിൻ്റെ ഉത്തരം 32/3 എന്താണെന്ന് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കാം. അതായിരിക്കും, സോറി 32 അല്ല, 12/3. 12/3 എന്നൊക്കെ ഞാൻ പറഞ്ഞോ, 4 ആയിരിക്കും ആ നമ്പർ. അപ്പോൾ ആ ഒരു ഐഡിയ ഉണ്ട്. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. ഒരു വരയുണ്ട്, ആ വരയിൽ വേറൊരു പോയിന്റിലൂടെ വേറൊരു ലൈൻ പോയി. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ഒരു ഭാഗത്തുള്ള ആംഗിൾ ഇതിനേക്കാൾ 50 കൂടുതലാണെന്ന് അങ്ങനെ ഒരു ചോദ്യമുണ്ട് ടെക്സ്റ്റിൽ. ഇവിടെ x ആണെങ്കിൽ ഇവിടെ x + 50. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും x എന്ന് ചോദിക്കും. അപ്പോൾ കോൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. ടോട്ടൽ സം എന്ന് പറഞ്ഞാൽ 180 ആണ്, തുക 180 ആണ്. അപ്പോൾ ഇതെല്ലാം കൂട്ടിയാൽ 150 അല്ലേ? അപ്പോൾ എക്സും കൂട്ടിയാൽ 2x + 50 = 180. ഈ കോൺസെപ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾ x കണ്ടുപിടിക്കുക. ഇതൊക്കെ x കാണാൻ അറിഞ്ഞൂടെ? അതുപോലെ തന്നെ ടെക്സ്റ്റിലുള്ളൊരു ചോദ്യമാണ്. സാർ അവസാനിപ്പിക്കേണ്ട, ഇതൊക്കെ കുറേ ചോദ്യങ്ങളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പറയണേ. ഒരു ചോദ്യമില്ലേ നമുക്ക്, മറ്റേ പക്ഷി കണക്ക് എന്നൊക്കെ പറഞ്ഞ്, അതിന് ആ ചോദ്യം, അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചോദ്യമുണ്ട്. ഒരു നമ്പറും അതിൻ്റെ പകുതിയും തമ്മിൽ കൂട്ടുക. ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം കാണാം. ഹാഫ് എ നമ്പർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുത്തൊരു ചോദ്യം ഉണ്ടാവും. ഒരു സംഖ്യയും ആ സംഖ്യയുടെ പകുതി കൂടി കൂട്ടുമ്പോൾ ഇന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ എന്താണ്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 111 എന്തെങ്കിലും കിട്ടുന്ന വിചാരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെയൊക്കെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൊരു എക്സാമ്പിൾ പറഞ്ഞാൽ കേട്ടോ. 2 × x 2x + x × 1x/2. ഇതിങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ കേട്ടോ. ഇത് ഇൻറ്റു ചെയ്യുക, ഇത് ഇൻറ്റു ചെയ്യുക, ബൈ ചെയ്യുക. എന്നിട്ട് = 111 കിട്ടും. ഇനി അടുത്ത് എന്ത് ചെയ്യണം? ഈ 2നെ നിങ്ങൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അങ്ങനെയുള്ളൊരു പരിപാടി ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തണം മാത്രമേ ഉള്ളൂ. 2xും xും കൂട്ടിയാൽ 3x. ഈ 2ന് ഇപ്പുറത്തേക്ക് പോയാൽ 111 × 2 എന്ന് വരും. 3x എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു വാല്യൂ കിട്ടും. അതിൽ നിന്ന് x കണ്ടുപിടിക്കുക, അങ്ങനെ പോവാം. അപ്പോൾ അത് ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഐഡിയ ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നോക്കാം. അപ്പോൾ അതെ, അടുത്ത ചാപ്റ്ററായിട്ട് സാർ ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വായിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് കാണാം. ടാറ്റാ.